Good afternoon, sir. Yes, good afternoon, Maya Udayagiri. Afternoon, sir. Good afternoon, sir. Okay, Abarna, Shahana, Good afternoon, sir. Neelu, Good Apurva, afternoon, Sir. Swapna, Dasana, Agita, good afternoon. Good afternoon, sir. Okay, Sharanya, Ansi, Srijyoti, good afternoon. Good afternoon, sir. Good afternoon, Okay, Good afternoon, sir. Vinita, Suba, Good afternoon, Chandra, sir. Chitti, Good afternoon, sir. Okay, Shavana. Good afternoon, sir. Okay, Nisha, good afternoon. Yes, നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? Okay, sir. Let us start. Okay, it is start. Okay, Swapna, ആരാണ് പറയുന്നത്? Yes, sir. Okay, Anjana, continue. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൽ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി താതാ നാദാ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ വന്യജീവിയിൽ വനചരനിൽ ജീവബിന്ദുവിൻ അമൃതം തൂകിയ ലോകപാലക ജഗദീശ. ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരമതിൽ അവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഴിഞ്ഞു സർ. ഓക്കെ അഞ്ജന, വെരി ഗുഡ് വെരി ഗുഡ്. ഞാനിങ്ങനെ ആ പാട്ടിനെ പാടിയപ്പോഴേ പഴയകാല ഓർമ്മകളിലേക്ക് ഇങ്ങനെ പോയതാണ്. യെസ്, ആ ഏത് സിനിമയിലെ പാട്ടാണെന്ന് അറിയാമോ? സിനിമ ഏതാന്നറിയത്തില്ല. നമ്മുടെ കൊറോണ സമയത്ത് എല്ലാരും ഇത് കൂടുതൽ പാടിയിട്ടുണ്ടായിരുന്നു, ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കരകയറാനായിട്ട്. യെസ്, ഈ പാട്ട് തൊമ്മന്റെ മക്കൾ എന്ന് പറയുന്ന പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലുള്ള പാട്ടാണ്. ഈ പാട്ട് എഴുതിയിട്ടുള്ളത് വയലാർ രാമവർമ്മയാണ്. വയലാർ രാമവർമ്മ ഒരു നിരീശ്വരവാദിയായിരുന്നു. ദൈവമില്ല എന്ന് പറഞ്ഞ ഒരാളായിരുന്നു വയലാർ രാമവർമ്മ. ആ ഒരു അങ്ങനെയുള്ള ഒരാൾ എഴുതിയ പാട്ടാണ് ഏത് ഈ ലോകം മുഴുവൻ സുഖം പകരാനായി. അതിൻ്റെ അത് സിനിമ കണ്ടിട്ട് മനസ്സിലാവും. ഒരു കാടിന്റെ നടുവിൽ ചെന്നിട്ട് കുറച്ച് സ്ഥലമൊക്കെ വെട്ടി ക്ലിയർ ആക്കി വെച്ചിട്ട് എന്നിട്ടാണ് അച്ഛനും മക്കളും കൂടി ഇത് ഈ പാട്ട് പാടുന്നത്. അതാണ് അതിൻ്റെ ഒരു വരിയില്ലേ, കാട്ടിന് നടുവിൽ വരി വന്നില്ലേ, ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. തൊമ്മിന്റെ മക്കളിന്റെ ഓർമ്മയിട്ട അതന്നെ ഒരു ഓർമ്മ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അഞ്ജന, വെരി ഗുഡ്, നന്നായിട്ട് പാടി. ഓക്കെ, യെസ്, ദെൻ സൈനിങ് ഓൺ.
യെസ് Sir, സൈനിങ് കൊണ്ടാണ് yeah, മൊത്തത്തിലേക്ക് signing നമുക്ക് പറയാം. ടോട്ടൽ യെസ് Okay, good afternoon, sir. It's my pleasure to welcome all of Yes, you ma'am. for today's class. We are happy to have our respected job, sir, and your presence makes this class special and memorable. And especially the topic you're giving for the discussion, it's really good, and we are expecting more like this, sir. And thank you for this opportunity and welcoming you all for this beautiful session. Thank you, sir. Okay, Prasuba, we will conduct it Yeah. in due course of time. Okay, don't worry. Okay, Yeah. okay. Yes, then thought of the day. Good afternoon, all. Yes, good afternoon. Thought of the day. Teaching is a very noble profession that shapes the character, caliber, and future of an individual. If the people remember me as a good teacher, that will be the biggest honor for me. By APJ Abdul Kalam. Thank Yes, you. correct. വഹിദ വേറൊരു കാര്യം കൂടി ഇതുകൂടി ചേർത്ത് വെച്ച് പറയാം. മരണശേഷം വിൽപത്രത്തില് 100 രൂപ കൂടുതൽ എഴുതി വെക്കുന്നതിനേക്കാൾ നല്ലത് ആ 100 രൂപ ഇന്ന് അവന്റെ അല്ലെങ്കിൽ അവളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കുന്നതാണ്. യെസ്, അതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. ഞാനിപ്പോ വഹിദ പറഞ്ഞു കഴിയുമ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് ഉപകാരത്തിൽ കൊള്ളുന്നേ. യെസ്, പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ കുറെ പേർക്ക് അത് വിട്ടുപിടിക്കും. അതാണ് ഒരു പ്രശ്നം, പ്രത്യേകിച്ച് പെൺകുട്ടികളും. ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ ഷഹാന. യെസ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കേൾക്കാൻ നോക്കിയ ഷഹാന. യെസ്, സൗണ്ട് കുറവാണെന്ന് ഷഹാന പറയുന്നു. എല്ലാം ക്ലിയർ അല്ലേ? കാരണം വെച്ചാല് ചിലപ്പോ നന്നായിട്ടൊക്കെ പഠിച്ചുകൊണ്ട് വരുന്ന സമയത്തായിരിക്കും ഒരു കല്യാണം വരുന്നത്. അപ്പോഴും നമ്മൾ വിചാരിക്കും കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ. ഓക്കെ ഹർഷിയ, ഗുഡ് ആഫ്റ്റർനൂൺ. കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെതായ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും വന്നു കഴിയുമ്പോൾ അപ്പൊ എന്ത് വിചാരിക്കും? ഒന്നങ്ങനെ മാറ്റി നോക്കും. ജസ്റ്റ് ഒന്ന് കുറച്ച് അങ്ങോട്ട് പോട്ടെ. അപ്പൊ അതിന്റെ ഇടയ്ക്കായിരിക്കും നമ്മള് ഒരു കുട്ടി ജനിക്കുന്നത്. കുട്ടി ജനിച്ചു കഴിയുമ്പോൾ അതിന്റെ കളിയും ചിരിയും അതിന്റെ കുസൃതിയൊക്കെ കണ്ടു കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടി അങ്ങോട്ട് നീക്കും. യെസ്, അപ്പൊ ഈ പഠനങ്ങൾ നീക്കി വെച്ച് വരുമ്പോ കുറച്ച് വർഷം നമ്മളെ അങ്ങനെ മിസ്സായിരിക്കും. പിന്നെ നമുക്കതൊരു ആവശ്യമല്ല. ഓക്കെ പ്രസൂബ, ആവശ്യമല്ല, അത്യാവശ്യമാണെന്ന് നമുക്ക് തോന്നും. ഇത് നമ്മളിങ്ങനെ ചിന്തിച്ചാൽ ശരിയാവില്ല. ഇതിന് എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇത് നമുക്ക് റിവൈൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും. അപ്പോഴേക്കും നമ്മുടെ 3-4 വർഷം അങ്ങോട്ട് പോകും. വർഷം പോകുന്നതിലല്ല പ്രശ്നം, നമുക്ക് വയസ്സും കൂടി അങ്ങനെ കുറച്ചങ്ങോട്ട് പോകും. അതാണ് എന്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ. യെസ്, അപ്പോ കുഴപ്പമില്ല, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഓക്കെ, ഞാൻ മറ്റൊരു പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചത്. യെസ്, അപ്പൊ എപ്പോഴും നിങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. യെസ്, അവർക്ക് നല്ല കാലിബറുള്ളവരായിട്ട് മാറ്റാം. ബാക്കിയൊക്കെ അവർ സമ്പാദിക്കരുതേ. യെസ്, നല്ല ഇൻഡിവിജ്വൽ ആക്കി മാറ്റാം. യെസ്, അത്രേ ഉള്ളൂ. യെസ്, ബാക്കി അവർ നേരാക്കി എടുത്തോളൂ. അല്ലാതെ എന്തു പറഞ്ഞാലും നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാനും യേസ് പറയേണ്ട സ്ഥലത്ത് യെസ് എന്ന് പറയാനും പ്രാപ്തരാക്കി മാറ്റുക. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. എനിക്കറിയാം ജീവിതാനുഭവങ്ങൾ പലതും നിങ്ങൾ ഓരെയും പലതും പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഭർത്താവ് പൂർത്തിയെ വരുന്നത് അല്ലേ പ്രസുഭ? യെസ്, ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു കുറച്ച് ഇത് നോക്കിയിരുന്നു, ഐ ഹാവ് എന്ന് വെച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അന്നേരത്ത് ഞാൻ പറഞ്ഞിരുന്നു എസ്സിൽ തുടങ്ങുന്ന ആരും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ എസ്സിൽ തുടങ്ങുന്ന 2-3 പേരും കൂടി ഉള്ളു. അവർക്ക് ഒരവസരം വേണമെങ്കിൽ തരാൻ പെട്ടെന്ന് യെസ് ഐ ഹാവ് വെച്ച് പറയാനായിട്ട്. ഓക്കെ. അത് ശ്രീവിദ്യ മാത്രമേ പറഞ്ഞുള്ളൂ എൻ്റെ ഓർമ്മ. യെസ്, ഷവാന.
Shahwana. Yes, sir. I have. I have an habit of drinking coffee every day. Yes, very good. I have a young brother who is an artist. Yes, oh, very good. എന്ത് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വരയ്ക്കും. ആള് ആരുടെ രൂപം കണ്ടാലും അത് കണ്ട് വരയ്ക്കും. +1 പഠിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്ത് ചെയ്യുന്നു സഹോദരൻ? +2 ആണ്. വെരി ഗുഡ്. ആ ടാലന്റ് ഒക്കെ ശരിയാക്കാൻ പറയാം. ചിലപ്പോ അത് അവന്റെ ജീവിതമാർഗവും ഉണ്ട്. ഇപ്പൊ +2 കുട്ടികൾക്ക് റെക്കോർഡ് വരച്ചെടുക്കും. പിന്നെ ഇൻസ്റ്റയിൽ ഇതുപോലെ ആൾക്കാരുടെ ഫോട്ടോസ് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. Oh, very good, very good, very good. Next, I have visited 9 countries. Oh, very good. Which countries are there? I visited 6 GCC countries plus Yes. Armenia, Azerbaijan and Uzbekistan. Yes, എങ്ങനെയാണ് ഇവിടെ പോകാനൊരു സാഹചര്യം വന്നേ? ഞാൻ UAE-ലായിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് UAE-ലായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങനെ GCC കൺട്രീസ് കൂടുതൽ ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് ഞാൻ ഹസ്ബൻഡും കൂടി ഡ്രൈവ് ചെയ്തിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. Yes, very good, very good, very good, very good. Yes, you are a lucky one. Then. Thank you. I have an UAE driving license. Oh, very good. And I have a friendly mother-in-law. Yes, okay. That's it. നീ ബാക്കിയൊക്കെ പറഞ്ഞു. ഷഹാനക്ക് ഇത് പറയാൻ പറ്റിയില്ല, നിങ്ങൾ നഷ്ടമായാലേ അല്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ബാക്കിയുള്ളവർക്ക് ഷഹാനെ കുറിച്ച് അറിയാൻ കൂടി ചെയ്യാലോ. ശാലിനി, ശരണ്യ, ഗെറ്റടി, പറയൂ ശാലിനി. സർ, പറഞ്ഞോളൂ. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. ഓക്കെ ശരണ്യ പറഞ്ഞതായിക്കോട്ടെ. ശരി. പിന്നെ സായൂജ് ആൻഡ് ഷഹാന ഇപ്പൊ പറഞ്ഞതല്ലേ? ഷഹാന പറഞ്ഞിട്ടില്ല അല്ലെ? ഷഹാന, ഷൈജു ഷൈൻ, സിംലി സനീഷ്. ഓക്കെ, ഇത്ര പേരും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ആളെ വിളിക്കാം. ശരണ്യ പറഞ്ഞതാണ് സയൂജ സാൻ. Sir, പറഞ്ഞോളൂ. I have an English class today. I have an English class today. Okay. Okay. I have a lovable husband. I have a lovable husband. Okay. The company has announced the promotion. Yes. Okay. My husband has been promoted to works manager. Yes. Oh, very good. Has promoted. അതിന്റെ അത് ചെറിയൊരു സ്ഥലം ശരിയാക്കുന്നുണ്ട്. Has been promoted ആണ് കറക്റ്റ്. ഹസ്ബൻഡിനെയാണ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. ഹസ്ബൻഡ് വേറെ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് ഹാസ് വരാൻ പാടുള്ളൂ. ഓക്കെ, കറക്റ്റ്. I have many friends. Yes, correct. He has a bicycle. Yes, correct. Okay, so guys. Oh, very good, very good, very good, Saguja. Very good, very good, very good. Yes, then Shahana. Sir, പറഞ്ഞോളൂ ഷഹാന. I have a high electricity bill. I have High electricity bill. Very good, very good, very good. I appreciate it. ഇന്ന് വന്നതാണ് ഷഹാന? ഒരാഴ്ച മുന്നേ വന്നതാ. ഒരാഴ്ച മുന്നേ. എത്രയാണ് എമൗണ്ട്? 5000. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. എത്ര AC ഉണ്ട്? AC ഒന്നുമില്ല. ഇവിടെ എന്റെ ഫാദറിലോ വയ്യാതെ കിടക്കാണ്. അപ്പൊ ഫുൾ ടൈം ഇങ്ങനെ എയർബെഡും ഓക്സിജന്റെ എല്ലാതും കുറെ. ഓക്കെ. എന്റെ അമ്മ അങ്ങനെ വയ്യാണ്ട് കിടന്നപ്പോഴും നമ്മൾ ഉപയോഗിച്ചാണ്. ഓക്കെ. അപ്പൊ കുഴപ്പമില്ല. ഹൈ ഇലക്ട്രിസിറ്റി ബിൽ. എനിക്ക് ആ ഒരു സെൻസ് ഇഷ്ടപ്പെട്ടു. ഓക്കെ ഷഹാന, കണ്ടിന്യൂ. I have a small collection of books. Yes, okay, correct. I have careful and lovely husband. Okay, very good. Okay. I have many friends in MTTC class. Okay. I have become confident in English because of my English, sir. Yes, very good, very good, very good. Okay. അത് പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് കുറച്ച് ബാക്കിലായിരുന്നു ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ. പക്ഷെ അന്നത്തെ
എന്താണ് പഠിക്കണ കുട്ടികളെ മാത്രമായിരുന്നു ഒന്ന് കെയർ ചെയ്തിരുന്നത്. അവരെ മാത്രമാണ് എന്നും ഇങ്ങനെ ചോദ്യം ചോദിക്കും ഉണ്ടാക്കും ഒക്കെ ചെയ്യുക. ആ ഒരു പേടിയിലാണ് ഞാൻ ഈ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്തത്. പക്ഷെ സാർ അതിന്റെ ചിന്തയെ മാറ്റി വിട്ടു. യെസ്, ഓക്കെ 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 ഓക്കെ. അതായത് ബാക്ക് ബെഞ്ചിലിരിക്കുന്ന മുത്തുകൾ ഉണ്ടാവും, നമ്മൾ അവരെ കണ്ട്. യെസ്, അത് കുഴപ്പമില്ല. ഇവിടെ നമ്മള് എല്ലാവരും അറിയാവുന്നവരുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പാടില്ല എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറഞ്ഞോ. യെസ്, ഇതൊക്കെ രീതിയിലുണ്ട്, ഒന്നുകൂടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാനത് പറയും. അല്ലെങ്കിൽ എന്നോട് 2 ചോദ്യങ്ങൾ കൂടുതൽ ചോദിച്ചേക്കണേ, അല്ലെങ്കിൽ ഇതിന്റെ മടി എന്റെ കൂടി ഉണ്ടാവും. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. ഞാനത് ആദ്യത്തെ ദിവസം ശ്രദ്ധിച്ചായിരുന്നു. പിന്നെന്താണ്, കുറച്ച് പിന്നോട്ട് പോരും. സാറ് ചോദിക്കുകയാണെങ്കിൽ പറയാം, അങ്ങോട്ട് എന്ന് പറയാൻ വേണ്ട. പിന്നെ അതൊരു അഹങ്കാരമാണെന്ന് വിചാരിച്ചാലും ഓക്കെ. ഷഹാന, ഡോണ്ട് വറി. യെസ്, കണ്ടിന്യൂ. ഓക്കെ 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 ഓക്കെ. ഷഹാന കഴിഞ്ഞാലും പിന്നെ ശ്രീജ്യോതി പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞില്ല സർ. പറഞ്ഞോളൂ ശ്രീ. Sir, I have a caring and loving husband. Oh, very good. Okay, you want to record a class of I have a beautiful jewelry set. Oh, very good. Beautiful jewelry set. Okay. I have a friendly English teacher, so I enjoy the class. Okay, okay, okay. Yes. Continue. I have a lovely aquarium in my home. Very good. I have curly hairs. Yes, curly hair. Okay. I have a scooter. I have a scooter. I have a beautiful sister. Oh, very good. That's all, sir. Yes, very good. അപ്പോൾ രണ്ടുപേരും ആരും പറയാത്തതാണ് ശ്രീജ്യോതി പറഞ്ഞത്. ഓക്കെ ശ്രീജ്യോതി, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രീവിദ്യ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞിട്ടില്ല സർ. പറഞ്ഞോളൂ. ആരാണ്? സുധിച്ചിക്കോണോ? അല്ല, ഞാൻ പറഞ്ഞായിരുന്നു സാർ. സുധിച്ചിക്കു പറഞ്ഞതാണ്. പിന്നെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു സർ. ഞാനാണ് വിജയം. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ എത്തിയിട്ടില്ല. പറഞ്ഞോ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. I have a beautiful sari. I have a beautiful sari. Okay. I have a good qualities. I have a good quality. Very good. I have a mother-in-law. Yes. അതൊന്നും adjective കൂടി ചേർത്തോ. I have a caring mother-in-law. Yes. Okay. I have a caring son. Yes. Okay. I have a supporting husband. Yes. Okay. Correct. അത്രേ, ബാക്കിയൊക്കെ പറഞ്ഞാണ് സർ. Very good. Very good. Okay. Okay. Vijaya. Very good. Very good. Very good. Then simply ഇനി ആരുടെ പറയാത്തതാണ്? ഓക്കെ. ഷിജിന പറഞ്ഞോളൂ. ഷിജിന കഴിഞ്ഞാൽ സിംപ്ലി കൊണ്ട് വരാം കേട്ടോ. ഷിജിന പറഞ്ഞോളൂ. ഷിജിന. Hello. പറഞ്ഞോളൂ ഷിജിന. കേൾക്കുന്നുണ്ട്. Continue. I have a new bag. Yes. I Okay. have a friendly husband. Yes. I have Okay. a good smile, and Very good. I have a nice family. Yes. Very good. അതാരും പറയാത്ത നൈസ് ഫാമിലി, ഗുഡ് സ്മൈലും എന്നൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ഷിജിന. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആരും കാണാത്തതാണല്ലോ. ഓക്കെ ഷിജിന, വെരി ഗുഡ്. Simli. Good afternoon, sir. Yes, good afternoon, Simli. I have new friends from Smart Academy School. Yes, okay. And I have good teachers from also Smart Academy School. Okay, via diplomatic. Okay. I have 2 children. Yes, okay. I have too much friends from Philippines. Too much friends from Philippines. Philippines. Yeah. Why? എങ്ങനെയാണ് അങ്ങനെ വന്നത്?
Because I am working with Philippines, sir. Oh, yes. Okay. Continue. ഇത്രേ ഉള്ളൂ. Oh, very good. Okay, Simli. Very good. Then, who is coming next? Sir, Sapna. Okay, Sapna കഴിഞ്ഞാൽ സ്വപ്നയിലോട്ട് വരാം കേട്ടാ. സ്വപ്ന പറഞ്ഞോളൂ. Good afternoon, sir. Yes, good afternoon. I have a lot of excitement about this class. Yes, I have a lot of extra excitement in this class. Okay, Sapna. നല്ല പറയാത്ത സംഗതിയാണ്. Very good. I have a beautiful village. Yes, very good. അത് മാറ്റി പറഞ്ഞിട്ടില്ല. ജന്മസ്ഥലത്ത് നമുക്ക് ഒരു ദിവസം ടോപ്പിക് അത് എടുക്കാം. Okay, continue. My daughter has a cute teddy. Yes, correct. I have a lot of talents. Yes, okay. My husband has a lot of vehicle. Yes, okay. സഫ്നക്ക് lot of talents എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് സഫ്ന? I'm interested in sports. Sports. Yeah, മെയിനായിട്ട് സ്പോർട്സിലാണ്. അന്ന് നമ്മൾ എന്നോട് ഇതിന്റെ പറഞ്ഞതല്ലേ Okay. Even now I do remember that. Okay. Sapna, very good. Then Sapna. Okay, sir. I have a little toy. Yes, okay. I have 2 beautiful daughters. Yes, correct. I have good children in my LKG class. Yes, okay. I have good teachers in Smart Sri Academy. Yes, okay. ഇത്രേ ഉള്ളൂ സാർ, ബാക്കിയെല്ലാം എല്ലാവരും പറഞ്ഞതാ. എല്ലാരും പറഞ്ഞതാണ്. എന്നാൽ അവരോടും കൂടി ഞാൻ ഭക്ഷണം ചെയ്തത് അല്ലേ സ്വപ്ന? വെരി ഗുഡ്. ഓക്കെ. ഇനി ആരെങ്കിലുണ്ട്? സാർ ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ ശുഭ. Sir, I have lived in this house for the last 24 years. Yes, very good. Yes. I have 2 children. The eldest one, two children. The eldest one has worked at Bangalore, and the youngest one is studying. They are loved to me. Yes. ബാക്കിയെല്ലാം പറഞ്ഞതാ സാറേ എല്ലാരും. Okay. ശുഭ ഇപ്പൊ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടാണ് പറഞ്ഞത്? 24 years. 24 years. ഇപ്പോഴും അവിടെ തന്നെയല്ലേ താമസിക്കണേ? അതെ. നാളെയും അവിടെ തന്നെ ആയിരിക്കൂലേ? സാർ മാരേജ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. നാളെ എന്ന് പറഞ്ഞാല് അതെ നാളെ അതെ സാർ അതെ. അവിടെ വേറൊരു ടെൻസ് വരും. നേരത്തെ ആരംഭിച്ച് ഇപ്പോൾ ഉണ്ട്, നാളെയും അവിടെ തന്നെയാണെങ്കിൽ അവിടെ വേറൊരു ടെൻഷനും കയറി വരാം. കറക്റ്റ്. അപ്പൊ അത് ഞാൻ നേരത്തെ യെസ് പറഞ്ഞെങ്കിലും ഐ ഹാവ് ബീൻ ലിവിങ് ഒരു സ്ഥലം പറയാം കേട്ടോ, അതാണ് കറക്റ്റ്. ഓക്കെ. വെരി ഗുഡ്. ഐ ഹാവ് ലിവ് എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് സ്പീഡിൽ അങ്ങനെ പൊക്കോട്ടെ എന്ന് ചോദിച്ചു അവർ പറഞ്ഞാണ്. ഓക്കെ, വെരി ഗുഡ്. ഡിസ്കസ് ചെയ്യാം, സമയമുണ്ട്. ഓക്കെ, ഇനി ആരെങ്കിലും? ഞാൻ പറയാം. ഓക്കെ, സിഞ്ചു കഴിഞ്ഞാൽ ഞാൻ സമീക്ഷയിലോട്ട് പറയാം. സിഞ്ചു പറഞ്ഞു. ഓൾറെഡി എല്ലാവരും എല്ലാം പറഞ്ഞു, ഞാൻ പറയാം. ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഫാമിലി. My son has a toy car collection. Toy cars in the house. My son has toy cars in the house. My daughter has beautiful handwriting. Oh, very good. ആരും പറയാത്തതല്ല. My daughter has beautiful handwriting. She got first prize in school for handwriting. Oh, very good. അപ്പൊ ഞങ്ങളുടെ ഒരു കൺഗ്രാറ്റുലേഷൻ പറഞ്ഞു. Yes. I have allergy from dust. I have allergy from dust. Yes, okay. ഇതാരും പറയാത്തതല്ല. ഇത് മിക്കവർക്കും ഉള്ളതാണ്, പക്ഷെ ആരും പറയാൻ പറ്റില്ല. Yes, അല്ലേ ശശിര? Yes, I have allergy from dust. That's all, sir. Okay, very good, Sinju. Variety ഉണ്ടായി. Okay, sir. Thank you. Samisha Kevin. Yes, Samisha വരുമെന്ന് വിചാരിക്കാം. Okay. ഞാൻ പറയട്ടെ? സമീഷ ഇത് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. സുഫൈജ. പറഞ്ഞോളൂ സുഫൈജ. I have a brilliant daughter.
Yes, and you have a brilliant daughter. Very good. Okay. I have 2 students in my tuition class. Yes, very good. I have a dream to become a KG teacher in UAE. Very good. Okay. I have a disease called psoriaform dermatitis, and it is a Yes, chronic okay. disease. And I have a Yes. scooter. Yes. Okay. That's all, sir. Very good, very good, very good. അപ്പൊ സുഫയ്ക്ക് ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ കാസർഗോഡാണ്, നാട്ടിലാണ്. കാസർഗോഡ് അല്ലേ? അതെ. Okay, 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 okay. Very good, very good, very good. സമീഷ പറയൂ. I have good dream. Yes, I have good dream. നല്ലൊരു സ്വപ്നമുണ്ട്. I have a beautiful memory. Yes, very good. I have a caring husband. Yes, okay. I have a lovely mother. Yes, okay. I have a beautiful family. Yes, അത് കുഴപ്പമില്ല. I have beautiful family. Yes, okay, സമീഷ. Very good, very good, very good. ദിലീന പറഞ്ഞിട്ടുണ്ടായില്ല. ദിലീന. Good afternoon, sir. Yes, good afternoon. I have a dream my son become a doctor. Yes, very good. അത് ആരും പറയാത്തതാണ്. Yes, അപ്പൊ ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കും. ദിലീപിനൊക്കെ ഉണ്ടായിരുന്നില്ലേ ഡോക്ടർ ആവണമെന്നുള്ള പഴയ ഒരു ആഗ്രഹം? ഉണ്ടായിരുന്നു സാർ, അതുകൊണ്ടാണ് ഇപ്പൊ മോനെ അങ്ങനെ ആക്കണമെന്നുള്ള ഇതിൽ ഇരിക്കുന്നത്. Yes, അതാണ് പലപ്പോഴും നമുക്ക് നടക്കാതെ പോയത് പലതും നമ്മൾ മക്കളിലൂടെ സാധ്യമാകാൻ ആഗ്രഹിക്കും. ഓക്കെ ദിലീന, കണ്ടില്ലേ? I have a long hair. Yes. I have a caring and supporting brother. Yes, okay. I have a beautiful son. Yes, okay. I have a new scooty. Yes, okay. Sir. Very good, very good, very good. Okay, ദിലീന, very good, very good, very good. Yes. ഇനി ആർക്കെങ്കിലും ബാലൻസ് ഉണ്ടോ? യെസ്. അപ്പോ നിങ്ങളുടെ ഐ ഹാവ് എന്ന് പറയുന്ന ആ സംഗതിയിലെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നി എല്ലാവർക്കും അത് എത്തിയിട്ടില്ല, പക്ഷെ എല്ലാവരും മനസ്സിലത് ഉണ്ടായിരുന്നു ഇത് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം അത് ബാക്കിയുള്ളവരെ കൊണ്ടുകൂടി പറയിപ്പിച്ചത്. ഓക്കെ, നമ്മുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ അവിടെ കിടപ്പുണ്ട്, നമുക്ക് പിന്നീട് പരിഗണിക്കാം, അടുത്ത ക്ലാസ്സിലൊക്കെ നോക്കാം. യെസ്. അപ്പൊ ഇനി നമ്മള് കുറച്ച് സമയം നമ്മുടെ റിലേറ്റീവ് പ്രോനൗണിലേക്ക് നമുക്ക് തിരിച്ചു വരും. അപ്പൊ റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ചാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു 2 സെന്റൻസ് പറയും. ആ 2 സെന്റൻസുകളെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വേർഡ് ഉപയോഗിക്കുന്നു. ആ വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേറ്റീവ് പ്രോനൗൺ പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ വാങ്ങിച്ചു കൊണ്ടുവരുന്ന പച്ചക്കറി മോശമായിരുന്നു, ഈ കുട്ടിക്കാണ് എല്ലാ വിഷയത്തിലും A+ കിട്ടിയത്. അങ്ങനെ ആയ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ 2 വാക്കുകൾ പറഞ്ഞു. അതിലൊന്ന് വിച്ച് എന്ന് പറയുന്ന വേർഡായിരുന്നു, രണ്ടാമത്തത് ഹൂ എന്ന് പറയുന്ന വേർഡായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വിച്ച് എന്നുള്ളത് ജീവനില്ലാത്ത വസ്തുക്കളുടെ കൂടെയും ജീവനുള്ള വസ്തുക്കളൊക്കെ ആണെങ്കിൽ ആയ എന്നുള്ള അർത്ഥത്തില് ഹൂ എന്നും ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. പിന്നെ വിച്ച് ഉപയോഗിക്കുന്ന സ്ഥലത്ത് പ്രസുഭ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? ദാറ്റും ഉപയോഗിച്ച് പറയാം. എന്തുപയോഗിച്ച് പറയാം? ദാറ്റും ഉപയോഗിച്ച് പറയാം. അപ്പൊ നമ്മൾ 3 റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് കൂടാതെ കുറച്ച് റിലേറ്റീവ് പ്രോനൗൺ ഉണ്ട്. അതിൽ വേറൊന്നാണ് വൈ. വൈ എന്ന് വെച്ചാൽ എന്തുകൊണ്ട്. യെസ്, എന്തുകൊണ്ട്. വൈ എന്നുള്ളത് റിലേറ്റീവ് പ്രോനൗൺ ആണ്. വെൻ, എപ്പോൾ എന്നുള്ളത് ഒരു റിലേറ്റീവ് പ്രോനൗൺ ആണ്. വെയർ, WHER, എന്നുള്ളത് റിലേറ്റീവ് പ്രോനൗൺ ആണ്. യെസ്. അപ്പൊ നിങ്ങൾ ആ റിലേറ്റീവ് പ്രോനൗൺ എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ അടിയിൽ എഴുതുക ഹൂ, whom, 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 WHOSE, whose, which, that, when, 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 where, WHER, where, WHY, why. യെസ്, ബാക്കി നമുക്ക് വന്നനുസരിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് ചേർക്കാം. ഓക്കെ,
അപ്പൊ ഇതെല്ലാം എന്താണ്? റിലേറ്റീവ് പ്രോനൗൺ. റിലേറ്റീവ് പ്രോനൗൺ. ഇതിന്റെ അർത്ഥം സർ നിങ്ങൾക്ക് അറിയാലോ. ഒന്നുകൂടി പറയോ? പെണ്ണിന് കാണുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഹൂ, whom, whose, which, that, പിന്നെ എന്താ പറഞ്ഞത്? When. When, where, why. ഓക്കെ ഓക്കെ, ഞാനിങ്ങനെ മനസ്സിലാ പറഞ്ഞത്. When, where, why. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് പറയാം ഇതെല്ലാം എന്താണ്? റിലേറ്റീവ്. ഓക്കെ, ഇത് സായുജ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ ഇതെല്ലാം എന്താണ്? റിലേറ്റീവ് പ്രോനൗൺ ആണ്. യെസ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ഇതിന്റെ അർത്ഥം അറിയാതെ നിങ്ങൾക്ക്, എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറയുന്നു. ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെന്നല്ല, ആയാന്ന് എടുക്കുക. ഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെ എടുക്കുക, ആരെ. ഹൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരുടെ എന്നുള്ള രീതിയിൽ എടുക്കുക. വിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ആയ. ദാറ്റ് അതും ആയ എന്നുള്ള രീതിയിലും എന്ന് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. പിന്നെ വെൻ എപ്പോൾ, വെയർ എവിടെ, വൈ എന്തുകൊണ്ട്. ഓക്കെ, സെയിം ആണ്. നമ്മൾ ഇനി ഞാൻ ഒരു ഡാഷ് പറയുന്നുണ്ട്. ആ ഡാഷ് ഇട്ട സ്ഥലത്ത് ഇതിൽ നിന്ന് ഏതാണോ ചേർക്കേണ്ടത് അത് ചേർത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യും. ഓക്കെ, നമുക്കത് നോക്കാം. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യത്തെ ശിശിരനോട് ചോദിക്കുകയാണ്. ശിശിര എഴുതുമ്പോൾ എല്ലാവരും എഴുതിക്കോട്ടോ, എഴുതിക്കോ. ചോദ്യം fill in the blanks. മ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. fill in the blanks with suitable. fill in the blanks with suitable. 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 Relative. RELATIVE. relative pronoun. I will repeat that question. Fill in the blanks with the suitable relative pronoun. അനുയോജ്യമായിട്ടുള്ള relative pronoun ഉപയോഗിച്ച് fill ചെയ്യാം. Okay, okay. Yes, the question number 1. Excuse me, sir. No. ഇത് ഒന്നും കൂടി പറഞ്ഞുതരുമോ? ഹൂ, ആയ എന്ന് പറഞ്ഞ ആ ഭാഗം എനിക്ക് ക്ലിയർ ആയിട്ടില്ലായിരുന്നു. ഒന്ന് സോറി സർ. നോ പ്രോബ്ലം. ഒന്ന് ഹൂ, രണ്ടാമത്തെ ഹും, മൂന്നാമത്തത് ഹൂസ്, WHOAC. അടുത്തത് അതൊന്നും കുഴപ്പമില്ല. കാരണം ചിലപ്പോൾ നെറ്റൊക്കെ ചിലപ്പോൾ പെട്ടെന്നൊക്കെ ജസ്റ്റ് ഒന്ന് മാറി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കണക്ഷൻ പോയില്ലേ. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതിക്കോളൂ. The book dash I borrowed, BORROWED. borrowed yesterday is very interesting. is very interesting. അപ്പോ എല്ലാവരും ഒരു സ്പോട്ടിനെ വെച്ചത് ഫില്ല് ചെയ്യാം കേട്ടാ, ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പൊ സൂപ്പർ. അവരുടെ വെച്ച് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ശിശിര ആൻസർ പറയാം. ഒരിടത്ത് നിങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ ഉത്തരവും ശിശിര പറയുന്നത് സെയിം ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറയണോ സർ? ഇപ്പോ സർ, the book which I bought is very interesting. Very good, very good. Right answer. Okay, the book, പുസ്തകം, which I borrowed, ഞാൻ കടം വാങ്ങിയതായ പുസ്തകം. which I borrowed yesterday, ഇന്നലെ ഞാൻ കടം വാങ്ങിയ പുസ്തകം is very interesting. അതെന്താണ്? വളരെ ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പോ നിങ്ങൾ വിചാരിച്ചു തന്നെയല്ലേ കറക്റ്റ് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി. അപ്പൊ നിങ്ങൾ കുട്ടികളല്ലേ. അടുത്തത് the man. സർ, അവിടെ ദാറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? ദാറ്റ് യൂസ് ചെയ്ത് കറക്റ്റ്. വിച്ചിന്റെ കൂടെ ദാറ്റ് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വിച്ച് വരുന്ന സ്ഥലത്തൊക്കെ ദാറ്റ് വരുമ്പോഴും കറക്റ്റ് ആവണം. The man
The man, അപ്പൊ അടുത്ത ചോദ്യം ഫെബീനൊക്കെ എന്നെ തരാം. The man dash we met this morning. We met, MET, met this morning. Is a pilot. PILOT. I will repeat that question. The man dash we met this morning is a pilot. Febina chance. Diana, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എല്ലാവരും കൂടി ഉത്തരം ഫില്ല് ചെയ്യണം. Sir, the man whom we met this morning is a pilot. Right. Very good. Who will let whom? The man. മനുഷ്യൻ. Whom we met. ആരെയാണോ കണ്ടത് ആ മനുഷ്യൻ. കേട്ടോ, who അല്ല whom. The man whom we met. Whom ആരെയാണോ കണ്ടത് ഇന്ന് രാവിലെ is a pilot. അദ്ദേഹം ആരാണ്? ഒരു പൈലറ്റ് ആണ്. അപ്പൊ ചിലപ്പോ നമ്മൾ അറിയാണ്ട് who ആയിട്ട് പോകും. ശ്രദ്ധിച്ചോളാം. Yes, the man whom ആരെ we met this morning. അപ്പൊ അർത്ഥം കൂടി നോക്കണേ. Yes, very good. Febina, very good. Then next question, Samisha, it is your turn. The house dash has a large garden. A large garden around it belongs to my friend. Belongs to my friend. FRIEND. പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്ന അർത്ഥം സിമ്പിൾ ആണ്. നമുക്ക് ലാസ്റ്റ് പറയാം. യെസ്, അവിടെയും അനുയോജ്യമായിട്ടുള്ള ഒരു റിലേറ്റീവ് പ്രോനൗൺ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം. സമീഷ കണ്ടിട്ടാണ്. സമീഷ ആലോചിച്ചുകൂടി പറയും. വിച്ചാണോ? വിച്ച് വരാം, ദാറ്റ് വന്നാലും കറക്റ്റ് ആണ്. നോക്കിയേ, the house has a large garden. ഒരു വലിയ ഗാർഡൻ ഉള്ളതായ വീട്. കേട്ടാ, പായെന്നുള്ളവിടെ ഇങ്ങനെ വന്നില്ലേ? അറൗണ്ട് ഇറ്റ്, അതിന് ചുറ്റിനും വലിയൊരു ഗാർഡൻ ഉള്ളതായ വീട്. ബിലോങ്സ് ടു മൈ ഫ്രണ്ട്, അതെന്റെ കൂട്ടുകാരൻ്റെയാണ്. വെരി ഗുഡ്. കറക്റ്റ് ആണ് കേട്ടോ. സിഞ്ചു, ഇറ്റ് ഈസ് യുവർ ടേൺ. അടുത്തത് സിഞ്ചുവിന്റെ. ഓക്കെ, എഴുതിക്കോളൂ. This is the boy, boy dash bicycle BICYCLE, bicycle was stolen. STOLE, stolen. സ്റ്റീലിന്റെ മോഷ്ടിക്കുക എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് stolen. This is the dash bicycle was stolen. Whose is the right answer. Very good. Okay. Whose. Okay, very good. Okay. This is the boy. Okay, Srividya. This is the boy. ഇതാണ് ആ കുട്ടി. ആരുടെ സൈക്കിളാണോ മോഷ്ടിക്കപ്പെട്ടത്? ആരുടെ സൈക്കിളാണോ മോഷ്ടിക്കപ്പെട്ടത് ആ കുട്ടിയാണ് ഇത്. അപ്പൊ this is the boy whose cycle was stolen. Whose cycle was stolen. എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളാം, നമുക്ക് ക്ലിയർ ചെയ്തു. യെസ്, അടുത്ത ചോദ്യം ഹർഷിയ ഉണ്ട്. ഹർഷിയ. ഓക്കെ. മ്യൂട്ട് ചെയ്തോ, വന്നാ മതി. ഓക്കെ.
The bird dash you are looking at is a rare one, pointing one. I will repeat that question. The bird dash you are looking at is a rare one. Which ആണോ? വിച്ചിനേക്കാൾ നല്ലത് അവിടെ ദാറ്റ് ആണ്. കേട്ടോ? Yes, okay. That ആണ് correct. The bird that you are looking at. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതായ bird is a rare one. അതൊരു അപൂർവ ഇനത്തിൽപ്പെട്ടതാണ്. Rare one. Yes. Okay. Very good. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. The man dash spoke just just now now is a politician. Politician politician എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ കേട്ടോ. The man dash spoke just now is a politician. Prasuba, your turn. The man who spoke just now. The man whom. അപ്പൊ അർത്ഥം വരുമ്പോൾ ഹും വരുമ്പോ പ്രസുബ ഹും പറഞ്ഞ ആര് അതല്ലേ? സെന്റൻസിന്റെ അർത്ഥം നോക്കിയേ. ആ മനുഷ്യൻ ഏത് മനുഷ്യൻ? ആ മനുഷ്യൻ ഡാഷ് സ്പോക്ക് ജസ്റ്റ് നൗ കുറച്ചു മുമ്പ് നമ്മോട് സംസാരിച്ചതായ മനുഷ്യൻ. ആരാണ് കുറച്ചു മുമ്പ് സംസാരിച്ചതായ മനുഷ്യൻ? അതല്ലേ സർ? ഹൂ അല്ലേ? അതാണ് ഫസ്റ്റ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാ ഹൂമാക്കിയത്. ഞാൻ ഹൂമെന്നാണ് കേട്ടത്. സോറി. Okay. It is my mistake. It's okay, sir. Don't please say sorry at all to us, please. The man who spoke just now. ഇപ്പൊ നമ്മോട് സംസാരിച്ച മനുഷ്യൻ is a politician. അദ്ദേഹം ആരാണ്? ഒരു പൊളിറ്റീഷ്യൻ. The man who came now. ഇപ്പൊ വന്ന മനുഷ്യൻ is my father. അതാരാണ്? is my father. എന്റെ അച്ഛനാണ്. അല്ലെങ്കിൽ the lady who came here is my mother. അപ്പൊ അവിടെയൊക്കെ അടുത്ത് എന്ത് വന്ന? ഹു വന്ന റിലേറ്റീവ് പ്രോനൗൺ വന്ന. Yes. Come to next question. The film film, the film dash we saw SW saw kandu see ennolla past tense. So yesterday is an old one. I will repeat that. The film dash
we saw yesterday is an old one. Is an old one. Nisha Riju. Nisha Riju. അല്ലെന്ന് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? യെസ്. അപ്പൊ ഇത് മാറ്റി കൊടുക്കാം. നന്ദിത. നന്ദിതയും ഇല്ല. യെസ്. അപ്പൊ നമുക്ക് ശ്രീജ്യോതിക്ക് കൊടുക്കാം. ശ്രീജ്യോതി പറഞ്ഞോളൂ. Sir, the film that we saw ആണോ? യെസ്. ദാറ്റ് ആയാലും വിച്ച് ആയാലും കറക്റ്റ് ആണ്. യെസ്. ഓക്കെ ഓക്കെ. അലീഷ ഒന്നുകൂടി നോക്കിയാൽ വരും എങ്ങനെയാണ്? കണ്ടപ്പോൾ ചീത്തയായിരുന്നു എന്ന് പറയുന്നേക്കാൾ നല്ലത് കണ്ടതായ. വിച്ച് വീസ്. യെസ്. ദ ഫിലിം ഒന്നിലേക്ക് ദാറ്റ് വെക്കാം അല്ലെങ്കിൽ വിച്ച് വെക്കാം. ദാറ്റ് വി സോ യെസ്റ്റർഡേ ഇന്നലെ ഞങ്ങൾ കണ്ടതായ സിനിമ ഇസ് ആൻ ഓൾഡ് വൺ. അതൊരു പഴയ സിനിമയാണ്. ഇസ് ആൻ ഓൾഡ് വൺ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. The woman dash the tiger, T-I-G, yeah, tiger attacked is in the hospital. Is in the hospital. I will repeat the question. The woman dash the tiger attacked is in the hospital. Alisha, it is your turn. The woman then the tiger attack is in the hospital. ശരിക്കും ആലോചിച്ച് നോക്കി. ശ്രദ്ധിച്ചോ? വുമൺ ആ ലേഡി പെൺകുട്ടി ആരെയാണോ ടൈഗർ അറ്റാക്ക് ചെയ്തത് ആ പെൺകുട്ടി ഈസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. The woman whom the tiger attack is in the hospital. Whom ആരെയാണോ ടൈഗർ അറ്റാക്ക് ചെയ്തത്. Yes, whom the tiger attacked is in the hospital. Yes, okay, right. അടുത്തത്. Yes, the fire force dash arrived, ARRIVED, arrived soon, 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 comma, put out, PUT, put out the fire. Put out the fire. I will repeat the question. The fire force dash arrived soon, put out the fire. Yes, Shahana, your turn. Sir, which is the right answer? That I will correct. The fire force that arrived soon. പെട്ടെന്ന് അവിടെ എത്തിയ ഫയർഫോഴ്സ്. പുട്ട് ഔട്ട്. എന്താ പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാല്? അണയ്ക്കുക. അണയ്ക്കുക. വെരി ഗുഡ്. അതൊരു വെർബ് ഫ്രേസ് ആണ്. ഫ്രേസൽ വെർബാണ്. പുട്ട് ഔട്ട് ദ ഫയർ. അവരെന്ത് ചെയ്തു? തീ അണച്ചു. യെസ്. അടുത്തത്. The book dash you gave me the book dash you gave me
is in my room, ROOM, room. I will repeat that question. The book dash you gave me is in my room. Sayuja. Okay, Srividya? Sir, which channel? Which ആയാലും that ആയാലും correct ആയിട്ട് വരും. Okay, very good. The book. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും കാരണം നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ ഒരു ബുക്ക് വെച്ച് തുടങ്ങിയിരുന്നു. The book which you gave me. നിങ്ങൾ എനിക്ക് തന്നതായ ബുക്ക് ഈ സിനിമ റൂം അത് എന്റെ മുറിയിലിരിപ്പുണ്ട്. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഒരു സെന്റൻസ് തരികയും ആ ഒരു സെന്റൻസിൽ ഒരു ഡാഷ് ഉണ്ടാവുകയും ആ ഒരു ഡാഷ് ഒരു റിലേറ്റീവ് ഫോമുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഫില്ല് ചെയ്യുകയും ചെയ്തു. ഞാൻ ഇനി ഈ സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിക്കുകയാണ്. ഇനി ഞാൻ തരുന്നത് 2 സെന്റൻസാണ്. ആ 2 സെന്റൻസിനെ ഒറ്റ സെന്റൻസ് ആക്കണം. മേക്ക് ഇറ്റ് കമ്പൈൻ the 2 sentences into 1. ഒരെണ്ണമാക്കണം. എന്തുപയോഗിച്ച്? ആ റിലേറ്റീവ് ഫോം ഉപയോഗിച്ച്. എസ് എഴുതിക്കോ. നിങ്ങൾ പുതിയ പരീക്ഷ ആദ്യത്തെ നമുക്ക് ഒരെണ്ണം നോക്കിയിട്ട് ചെയ്യാം. എഴുതിക്കോ. The man is an actor. Is an actor. രണ്ടാമത്തെ സെന്റൻസ് we met him yesterday. We met him yesterday. Okay, നോക്കി ഒരു 2 സെന്റൻസ് ഉണ്ട്. The man is an actor. ആ മനുഷ്യൻ ഒരു ആക്ടറാണ്. നടന്നു പോകുന്ന ആളെ നോക്കിയിട്ട് പറയുന്നത് the man is an actor. ആ മനുഷ്യൻ ആരാണ്? ഒരു നടനാണ്. We met him yesterday. ഇന്നലെ ഞങ്ങൾ അയാളെ കണ്ടു. അപ്പൊ നമ്മൾ എന്ത് പറയണം? മാൻ ആരെയാണോ ഓക്കെ പ്രസുഭ ഇന്നലെ ഞങ്ങൾ കണ്ടത് അല്ലെ? കറക്റ്റ് ആയില്ലേ? ദ മാൻ അത് അയാൾക്ക് ശിക്ഷിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള മാൻ? ഇന്നലെ ഞങ്ങൾ കണ്ടത് ആരെയാണോ ഇന്നലെ കണ്ടത് ആ ആള് ഈസ് ആൻ ആക്ടർ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ദ മാൻ ആ മനുഷ്യൻ ആരെയാണോ ഞങ്ങൾ ഇന്നലെ കണ്ടത് whom we met yesterday. ഇന്നലെ ഞങ്ങൾ ആരെയാണോ കണ്ടത് ആ മനുഷ്യൻ ഈസ് ആൻ ആക്ടർ. അദ്ദേഹം ആരാണ്? ഈസ് ആൻ ആക്ടർ. ഇത് നമ്മളൊന്ന് ആലോചിച്ചത്. യെസ് ഓക്കെ വെബീന, വെരി ഗുഡ്. യെസ്. ഇനി നമുക്ക് അങ്ങനെ തോന്നിട്ട് നോക്കാം. യെസ്. അടുത്തത് നിങ്ങളുടെ ഇന്റലിജൻസിന് വിട്ടു തരാണ്. ഹിയർ ഈസ് ദ സ്കൂട്ടർ. Here is the scooter. രണ്ടാമത്തെ വാചകം I bought it, BOUGHT, bought it last week. Yes. Okay, ഇവിടെ നോക്കി. Here is the scooter. ഇതാണ് ആ സ്കൂട്ടർ. ഒരു വാചകം. എന്നിട്ട് പറയാണ് I bought it last week. കഴിഞ്ഞ ആഴ്ച ഞാനിത് വാങ്ങി. ഇതാണ് ആ സ്കൂട്ടർ. കഴിഞ്ഞ ആഴ്ച ഞാനിത് വാങ്ങി. യെസ്. അപ്പൊ നമ്മൾ പറയാം സ്കൂട്ടർ. എങ്ങനെയുള്ള സ്കൂട്ടർ? കഴിഞ്ഞ ആഴ്ച വാങ്ങിയതായ സ്കൂട്ടർ. ഇതാണ് ഇവിടെ. നിങ്ങളൊന്ന് നിങ്ങളുടെ ഭാവനയില് ചെയ്തു നോക്കുക. സയൂജക്ക് തരാം ചാൻസ്. ആൻസർ സയൂജ പറയാം. എല്ലാവരും എഴുതി നോക്കുക.
സ്കൂട്ടർ. എങ്ങനെയുള്ള സ്കൂട്ടർ? ഇന്നലെ വാങ്ങിയതായ സ്കൂട്ടർ. അത് ഇതാണ്, ഈ ഇരിക്കുന്നതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഹിയർ എന്നൊരു വാക്ക് പോയി, അതുകൂടി വേണം. ആ ഒരു സാധനം കൂടി ഇവിടെ കയറി വേണം. അപ്പൊ ഹിയർ വരുമ്പോ നമ്മൾ ആദ്യത്തെ ഒരു ചെറിയൊരു വ്യത്യാസപ്പെടുത്തേണ്ടി വരും. യെസ്, ഹിയർ ഈസ് എ സ്കൂട്ടർ. ഇവിടെ സ്കൂട്ടർ, ഇതാണ് സ്കൂട്ടർ, ഈ ഇരിക്കുന്നതാണ് സ്കൂട്ടർ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഇന്നലെ ഞാൻ വാങ്ങിയതായ സ്കൂട്ടറാണ് ഈ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, സൈമിന്റെ പറഞ്ഞോളൂ. Sir, here is the scooter which I bought last week. Yes, here is the scooter which I bought, which I bought last week. Yes, അത് നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. നമ്മൾ ആദ്യം ആ സബ്ജക്റ്റ്, എന്താണ് നമ്മുടെ സബ്ജക്റ്റ്? സ്കൂട്ടർ അല്ലേ? സ്കൂട്ടർ എങ്ങനെയുള്ള സ്കൂട്ടർ? ഞാൻ ഇന്നലെ വാങ്ങിയതായ സ്കൂട്ടർ. വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ. ദ സ്കൂട്ടർ വിച്ച് ഐ ബോട്ട്, BOUT ബോട്ട് അഞ്ചര, വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ ഈസ് ഹിയർ. ഈസ് ഹിയർ. ദ സ്കൂട്ടർ വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ വാങ്ങിയതായ സ്കൂട്ടർ, ഈസ് ഹിയർ. അത് ഇവിടെയുണ്ട്. ഓക്കെ, യെസ്റ്റർഡേ അത് ലാസ്റ്റ് വീക്കാ സർ? ലാസ്റ്റ് വീക്ക് അല്ലേ പറഞ്ഞ? സോറി, അപ്പൊ യെസ്റ്റർഡേ ലാസ്റ്റ് വീക്ക്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് വീണ്ടും ചെയ്യാം. നമ്മൾ ആദ്യം സ്കൂട്ടർ. അപ്പൊ ദ സ്കൂട്ടർ, ആ സ്കൂട്ടർ എങ്ങനെയുള്ള സ്കൂട്ടർ? ലാസ്റ്റ് വീക്ക് ഞാൻ വാങ്ങിയതായ, വിച്ച് ഐ ബോട്ട് ലാസ്റ്റ് വീക്ക്. അപ്പൊ ദ സ്കൂട്ടർ വിച്ച് ഐ ബോട്ട് ലാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ വാങ്ങിയതായ സ്കൂട്ടർ. ഈസ് ആകുന്നു ഹിയർ, ഇവിടെ. ഈസ് ഹിയർ. സർ, അപ്പൊ സബ്ജക്ട് വെച്ചിട്ടാണോ സെന്റൻസ് തുടങ്ങേണ്ടത്? അതെ, സബ്ജക്റ്റ് വെച്ച് തുടങ്ങിയാൽ മതി. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ വന്നത്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ദ ബുക്ക്, ദ മാൻ, ദ ഹൗസ്, ദ ബേർഡ്, ദ ഫിലിം, ദ വുമൺ, ദ ഫയർഫോഴ്സ്, അങ്ങനെയാണ് നമ്മൾ ആരംഭിച്ചത്. ഓക്കെ ഓക്കെ, നമുക്ക് ഇതിന്റെ കുറച്ചുകൂടി നമുക്ക് ചെയ്യാം. ഇപ്പൊ സമയമായതുകൊണ്ട് നമുക്ക് നിർത്തുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. യെസ്, ആരാണ് സൈലോട്ട്? Sir, thank you, sir, for a friendly communication with all of us that help us to improve our language and confidence, which is very essential in our teaching profession. Have a great day, sir, and all of my friends. Once again, thank you so much. Okay, thanks to all. We will meet in that. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Okay. 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 Thank you, sir. Okay. Okay, Aparna.
should